ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് പിന്നെയും ബൈബിൾ ക്ലാസ് ആയിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് 12-ാം അധ്യായമാണ്. 12-ാം അധ്യായം അധ്യായം 12. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ ഞങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവുമത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്നു തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരുണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗരക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളിച്ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളിച്ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളിച്ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനിയൊരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും,
എന്നവൻ വാഗ്ദത്തം ചെയ്തു. ഇനിയൊരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മളെല്ലാവരും അത് വായിച്ച് കേൾപ്പാനായിട്ട് ഇടയായി. 11-ാം അധ്യായം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ കേൾക്കുന്ന വിശ്വാസമല്ല ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെഫിനേഷൻസ് അല്ല ആ വിശ്വാസം എന്നതും, എന്താണ് ആ വിശ്വാസം എന്നതും നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. പന്ത്രണ്ടാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾക്കകത്ത് പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമ്മറി, ഒരു ചുരുക്കമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഓട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ അധ്യായത്തിനകത്ത് ഒരു പിതാവിന്റെ ശിക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം സീനായി പർവ്വതവും സിയോൻ പർവ്വതവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുമാണ് ഈ 12-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഈ വായിച്ച 1-2 വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത്, ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ റോഡിൽ കൂടെ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു സ്ട്രോളർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത് പോലെ ഉള്ള ജീവിതമല്ല അത്. മറിച്ച് ഒരു ഹൈ റോഡിൽ കൂടെ, ഹൈവേയിലൂടെ പോകുന്ന ഒരു യാത്രക്കാരന് സമാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്തീയ ജീവിതം, ഒരു ക്രിസ്ത്യാനി എന്ന വ്യക്തി ഒരു ടൂറിസ്റ്റ് അല്ല. എല്ലാ രാത്രിയും താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു വന്ന് താമസിക്കുന്ന ഒരു ടൂറിസ്റ്റ് അല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു തീർത്ഥാടകനാണ്. താൻ എന്നും എല്ലാ ദിവസവും തൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ദൈവം വിളിച്ചിരിക്കുന്ന തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, വി ഹാവ് ആൻ ഇൻസ്പിറേഷൻ. നമുക്ക് ഉത്തേജനം തരുന്ന ഒന്നുണ്ട്. അത് കാണുവാൻ കഴിയാത്ത വലിയൊരു സമൂഹം, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്ക് ഉത്തേജനം തരുന്ന ഒന്നാണ്. അവർ 2 രീതിയിലാണ് സാക്ഷികളായിരിക്കുന്നത്. ഒന്ന്, അവർ ക്രിസ്തുവിനെ സാക്ഷി നിമിത്തം അവരുടെ ജീവൻ അർപ്പിച്ചവരാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിച്ചു എന്ന സാക്ഷ്യം പ്രാപിച്ചവരാണ്. കഴിഞ്ഞ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ആളുകൾ. 2, നമ്മളുടെ ഓട്ടത്തിനും അവർ സാക്ഷികളാണ്. ഒരാളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രൗഡഡ് സ്റ്റേഡിയത്തിനകത്ത് ഓടുന്ന ഒരു ഓട്ടക്കാരനെ, മത്സരത്തിന് ഓടുന്ന ഒരു ഓട്ടക്കാരനെ പോലെയാണ് ക്രിസ്ത്യാനി. ആ വ്യക്തി, ഓട്ടക്കാരൻ, താൻ മുൻപോട്ട് ആഞ്ഞ് ഓടുമ്പോൾ ആ മുഴുവൻ ക്രൗഡും, മുഴുവൻ ജനക്കൂട്ടവും ഈ ഓടുന്ന വ്യക്തിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല,
അവർ ഓട്ടം തികച്ചവരാണ്. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായി, ക്രിസ്ത്യാനിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതത്തിന് വേണ്ടി വില കൊടുത്തവരാണ് എല്ലാ പഴയ നിയമത്തിലെ ഭക്തന്മാരും എന്നുള്ളത് മറന്നു പോകരുത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമി ആയിരുന്നില്ല. അവർ ഈ ഭൂമിയിലുള്ളവരായിരുന്നെങ്കിൽ, ഒരിക്കലും ഭൂമിയിലേക്കുള്ള ചിന്തയുള്ളവരായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൽ ജയിപ്പാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അവർ ഇതിൽ ഓട്ടമോടി ജയിച്ചു. അതിൽ പരിഹാസമുണ്ടായിരുന്നു, അതിൽ വേദനകൾ ഉണ്ടായിരുന്നു, മുള്ളിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, വരൾച്ചയുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം അവരെ പ്രത്യേകതയുള്ളതാക്കിയത് അവർക്ക് ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവുമാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ വായിച്ചു, മുറുകെ പറ്റുന്ന പാപം. വി ഹാവ് എ ഹാൻഡിക്യാപ്പ്. നമ്മളെ വികലാംഗരാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഉണ്ട്. അത് പാപമാണ്, നമ്മുടെ തന്നെ പാപമാണ്. നമുക്കറിയാം, മല കയറാൻ പോകുന്ന ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഒരു മൗണ്ട് എവറസ്റ്റ് ഒരാൾ കയറാൻ പോകുകയാണെങ്കിൽ ഒരുപാട് തടികളെല്ലാം വഹിച്ചോണ്ട് ആ മനുഷ്യൻ കയറത്തില്ല. അത് തന്നെ ആ കയറുന്ന കയറ്റത്തിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ, അല്ലെങ്കിൽ തന്നെ തളർത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ ദൂരം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ഇല്ലാതെ, ഒരുപാട് ഭാരമില്ലാതെ സഞ്ചരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മളുടെ ഓട്ടത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്നത് ചില ശീലങ്ങൾ, ചില സുഖങ്ങൾ, ചില അങ്ങനെയുള്ള വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഓട്ടത്തിന്റെ സ്ഥിരതയെ, ഓട്ടത്തിന്റെ വേഗതയെ നഷ്ടമാക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് മെസ്സേജുകൾ കേട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം, ഒരു ഓട്ടക്കാരൻ തൻ്റെ ഓട്ട മത്സരത്തിന് നിൽക്കുമ്പോൾ സ്യൂട്ടും കോട്ടും എല്ലാം അണിഞ്ഞല്ല താൻ ഓടാൻ നിൽക്കുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ വസ്ത്രം, ഏറ്റവും മിനിമലായി ഭാരം കുറഞ്ഞ മാന്യമായ അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചാണ് ആ വ്യക്തികൾ ഓടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഭാരം വഹിച്ചുകൊണ്ട് ഓടിയാൽ അവരുടെ വേഗത അത് നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ വേഗത കുറയ്ക്കുന്ന പാപം, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം നാം വെടിയേണ്ടതാണ്. 3, നമുക്കൊരു വഴി ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ആ വഴി എന്ന് ചോദിച്ചാൽ, സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള ഓട്ടം തികയ്ക്കാനുള്ള വഴി. അപ്പോൾ നമ്മൾ ഓടേണ്ടത് എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം, സഹിഷ്ണുതയോടെ ഓടണം. ഹ്യൂപ്പോമോനെ എന്നൊരു പദമുണ്ട്. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം വന്നോട്ടെ എന്ന് പറഞ്ഞ് നിഷ്ക്രിയനായിരിക്കുന്ന സഹിഷ്ണുതയെക്കുറിച്ചല്ല പറയുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ഒട്ടും താമസിക്കാതെ, ഒട്ടും പുറകോട്ട് പോകാതെ, ഞാൻ പരാജയപ്പെടാൻ എന്നെ അനുവദിക്കുകയില്ലെന്ന ഉറച്ച ദൃഢതയോടെ ഒരു വ്യക്തി ഓടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് സ്റ്റെഡ്ഫാസ്റ്റ് എൻഡ്യൂറൻസ് ഉള്ളത്, സഹിഷ്ണുത ഉള്ളത്. അത് നമ്മളിൽ നിന്ന് ആരും എടുത്തു കളയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ സഹിഷ്ണുത ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കാനല്ല, ആ പ്രതിസന്ധിയെ ജയിച്ച് മുൻപോട്ട് പോകണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്തത്, നമുക്കൊരു ഉത്തമ ഉദാഹരണമുണ്ട്. വി ഹാവ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. അതെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം കർത്താവ് എന്ത് ചെയ്തു? അവൻ സാധിച്ചു. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. കർത്താവിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് കർത്താവിനെ ഒന്നിനും അവൻ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല. കർത്താവിനെ നിന്ദിച്ചതോ, കർത്താവിനെ ക്രൂശിച്ചതോ, കർത്താവിനെ
ചാട്ടവാറ് കൊണ്ട് അടിച്ചതോ ഒന്നും കർത്താവിനെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഉത്തമ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി ഉത്തമമായ ഉദാഹരണം യേശുക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഉദാഹരണമായി മാത്രം നിൽക്കുകയല്ല, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെന്നുള്ള കാര്യവും മറന്നു പോകരുത്. അപ്പോൾ ഈ 1-2 വാക്യങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അവിടെ അതുകൊണ്ടാണ് പറയുന്ന, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമുക്കൊരു ഉത്തേജനമുണ്ട്. നമ്മളെ ഉത്തേജിപ്പിക്കുന്ന സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പലപ്പോഴും ഹാൻഡിക്യാപ്പ് ആക്കുന്ന, വികലാംഗരാക്കുന്ന പാപം പലപ്പോഴും ഇങ്ങനെ പറ്റി നിൽക്കാൻ കൊതിക്കുന്നുണ്ട്. അതിനെ നാം വിട്ടെറിയണം. അതോടൊപ്പം തന്നെ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡ്യൂറൻസ്, സ്ഥിരതയാർന്ന സഹിഷ്ണുത നമ്മൾ വഹിപ്പാനായിട്ട് ഇടയായിത്തീരണം. കാര്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വേദനകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും സഹിഷ്ണുതയോടെ ഓടാൻ, അതിനെ ജയിപ്പാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉത്തമ ഉദാഹരണമായിട്ട് യേശു കർത്താവ് നിൽക്കുന്നു. അത് മാത്രമല്ല, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് ഈ ലേഖകൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തണം. എങ്ങനെ താരതമ്യപ്പെടുത്തണം? നിങ്ങളുടെ പ്രശ്നങ്ങളെ, വിരോധം സഹിക്കുന്നത്, നിങ്ങൾ പാപത്തോട് പോരാടുന്നത്, ഇതെല്ലാം കർത്താവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം എന്ന് പറയുകയാണ്. ഇത്രയധികം വിരോധം സഹിച്ച, രക്തം ചിന്തണ്ടി വന്നിട്ടും വിട്ടുകൊടുക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ കർത്താവ് നിന്നതുപോലെ നിൽക്കണമെന്നാണ് നമ്മളെക്കുറിച്ച് ഈ ലേഖകൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ ഇത്രയധികം വേദന സഹിക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്തൊരു കഷ്ടതയാണ് നമ്മളുടെ വേദന എന്ന് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും അത് പറയാനുള്ള കാരണം, നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ അയൽക്കാരുമായിട്ടാണ്, നമ്മുടെ സഭയിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകളുമായിട്ടാണ് നമ്മളുടെ കഷ്ടങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കഷ്ടങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് സഹവിശ്വാസികളുമായിട്ടോ അയൽക്കാരുമായിട്ടോ അല്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ് അനുഭവിച്ച വേദന, അനുഭവിച്ച ബുദ്ധിമുട്ട്, അനുഭവിച്ച പീഡനം, ആ മരണം, അതുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, സ്തോത്രം, ഹാലലുയ്യ, ഹാലലുയ്യ, ഞാൻ ഒന്നും സഹിച്ചിട്ടില്ല. പൗലോസ് പറയുന്നത് പോലെ, സ്തോത്രം, ചിലപ്പോൾ ഒരു ചൂടടയാളം മാത്രമേ ഉള്ളൂ കർത്താവിന്റെ ശരീരത്തിലെ, ആ ഒരു ചൂടടയാളം പോലെ ഞാൻ സഹിക്കുന്നതെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. അതുപോലെ നമ്മുടെ പ്രതിസന്ധികളെ കർത്താവിന്റെ ജീവിതവുമായിട്ട് നാം കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ടാ പറയുന്നത്, ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എന്ന് പറയുമ്പോൾ ഓർക്കണം, മടുക്കാനുള്ള സാധ്യതയുണ്ട്, ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ക്ഷീണിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ, മനസ്സ് മടുക്കുമ്പോൾ, കഷ്ടം സഹിച്ച കർത്താവിനെ നാം ഒന്ന് ഓർക്കണം. സകലവും തന്റെ നാവിനാൽ, തന്റെ വാക്കിനാൽ, തന്റെ വചനത്താൽ ഉളവാക്കിയ കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 30 വയസ്സ് വരെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്ന്, അതിനുശേഷം 30-ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യനാകുന്ന പ്രവാചകൻ എന്ന ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് 3.5 വർഷക്കാലം സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അടയാളങ്ങളിലൂടെ താൻ മശിഹ എന്ന് തെളിയിച്ച്, സ്തോത്രം,
അങ്ങനെ ജീവിച്ച് ആർക്കും ഒരു കുറ്റവും പറയാനില്ലാതെ കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും തന്റെ അകത്തൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ആർക്കും കഴിയാതെ വന്നു. എന്നിട്ടും അവർ തന്നെ ക്രൂശിച്ചു, എന്നിട്ടും അവർ തന്നെ അപമാനിച്ചു, എന്നിട്ടും അവർ തന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അതെ, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ. ഇതിനു വേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു വന്നത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, നമ്മളുടെ കഷ്ടങ്ങൾ കർത്താവിന്റെ കഷ്ടവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സ് മടുക്കാതിരിക്കത്തുള്ളൂ, മനസ്സ് ക്ഷീണിക്കാതിരിക്കത്തുള്ളൂ. പലപ്പോഴും ഒരു നടുവേദന വന്നാൽ നമ്മുടെ പ്രാർത്ഥന കുറയും. പലപ്പോഴും വേദനകൾ, ബുദ്ധിമുട്ടുകൾ വന്നാൽ ആരെങ്കിലും ഒരു സഹോദരൻ കൈ തന്നില്ലെങ്കിൽ, ആരെങ്കിലും ഒരു സഹോദരി ഒന്ന് ചിരിച്ചില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം അങ്ങ് കുറയുകയാണ്. എന്നാൽ ദൈവപൈതലേ, ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ, നമ്മൾ നമ്മുടെ ഈ ചെറിയ വിഷമങ്ങൾ കൊണ്ട് ഇരുന്ന് മടുത്തു പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ കഷ്ടങ്ങളെ കർത്താവിന്റെ കഷ്ടങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്ക്. നമുക്ക് വേണ്ടി കർത്താവ് എന്തെല്ലാം സഹിച്ചു, അതിന്റെ 10 പോലും നമുക്ക് സഹിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പിച്ചു പറയട്ടെ, ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അത് സഹിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. പാപികളാൽ കർത്താവിന് വിരോധമുണ്ടായി, എന്നിട്ടും കർത്താവ് എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല, കീഴടങ്ങിയില്ല, യുദ്ധം അവസാനിപ്പിച്ചില്ല. നമ്മളോടും കർത്താവ് പറയുന്നത്, പ്രതിസന്ധിയിൽ വിശ്വാസം അവസാനിപ്പിക്കരുത്. 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനത്തിനകത്ത്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോ മുഷികയും അരുത്. സ്തോത്രം, ഇത് നമ്മൾ വായിച്ചു കേട്ടല്ലോ. സ്തോത്രം, ഇവിടെ പറയുന്നത് സ്നേഹമുള്ള പിതാവിന്റെ ശിക്ഷണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. 7-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. അപ്പൊ ആ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 3-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 3-ന്റെ 11, 12. മകനെ, യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതേ വാക്കാണ് ഇവിടെ എബ്രായ ലേഖകൻ എടുത്ത് എഴുതി എബ്രായരോട് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഈ വാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഭൂമിയിലെ പിതാക്കന്മാർ ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അപ്പോ ഈ ഭൂമിയിലെ പിതാക്കന്മാരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടത്തിലേക്കായിരുന്നു. അവർക്ക് ബോധിച്ചതുപോലെയാണ് ശിക്ഷിച്ചത്. അവർക്ക് ബോധിച്ചതുപോലെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ, അപ്പന്മാരൊക്കെ ഭ്രാന്തെടുത്ത് കൈ കിട്ടുന്നത് ബെൽറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വടിയാണെങ്കിൽ, വടി എന്നൊക്കെ പറഞ്ഞാൽ കപ്പയുടെ കമ്പ് കാണും, പേരയുടെ കമ്പ് കാണും, എന്താണോ കൈ കിട്ടുന്നത് എടുത്ത് ദേഷ്യം തീരുന്നത് വരെ അടിക്കാറുണ്ട്. അടിച്ചിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ അവർക്ക് ബോധിച്ചതുപോലെയാണ് അടിച്ചത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ നമ്മുടെ കോപം അടങ്ങിയിട്ടേ ശിക്ഷിക്കാവൂ എന്ന് പറയാറുണ്ട്. കോപം ഒന്ന് അടങ്ങിയിട്ടേ ശിക്ഷിക്കാവൂ, കോപം ശമിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ശിക്ഷിക്കാവൂ. അപ്പൊ അതിനകത്ത് കുറച്ച് സെൻസ് വരും അടിക്കുന്നതിനകത്ത്. അപ്പോൾ മാത്രമല്ല, ഇവിടെ പറയുന്നത് കുറച്ചു കാലത്തേക്കാണെന്നാണ് പറയുന്നത്. കുറച്ചു കാലത്തേക്ക്. ഈ 22 വയസ്സ് കഴിഞ്ഞിട്ടും മക്കളെ അടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ
ഒന്നുകിൽ അപ്പൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, അല്ലെ മോൻ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഈ വചനം തന്നെ പറയുന്നത് കുറെ കാലത്തേക്കെന്നാണ്, ഒരു ഷോർട്ടർ ടൈം പീരീഡ് ആണ്. ഒരു മകന്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് മകന്റെയോ ബിഹേവിയറൽ ഫോർമേഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് കഴിഞ്ഞ് 25 വയസ്സ് കഴിഞ്ഞ് ഒരു കൊച്ചിനെ അടിച്ചുകൊണ്ടിരുന്നാൽ, 30 വയസ്സ് കഴിഞ്ഞ് ഒരു കൊച്ചിനെ അടിച്ചുകൊണ്ടിരുന്നാൽ അവനെ കൊണ്ടും അവളെ കൊണ്ടും ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ട് അവർ മാറും. ഇപ്പൊ വചനം തന്നെ പറയുന്നത് അടിക്കുന്നത് ഒരു ഷോർട്ട് ടൈമിലേക്കാണ്. ഭൂമിയിലെ പിതാക്കന്മാർ അങ്ങനെ ആയിരിക്കണം, അവർക്ക് തോന്നിയതുപോലെയാണ്, അവർക്ക് ബോധിച്ചതുപോലെയാണ് അവര് അടിക്കുന്നത്. എന്നാ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ദത്തെടുത്ത മക്കളെ ഈ US-ല് ഒരുപാട് രണ്ടാനച്ഛന്മാരുണ്ട്, സ്റ്റെപ്പ് ഡാഡ് ഉണ്ട്, സ്റ്റെപ്പ് ഡാഡ്സ്, സ്റ്റെപ്പ് മോംസും സ്റ്റെപ്പ് ഡാഡ്സും ഉണ്ട്. ഒരിക്കലും അവരുടെ സ്റ്റെപ്പ് ചിൽഡ്രനെ അങ്ങനെ ഈ സ്റ്റെപ്പ് പേരൻസ് അടിക്കാറില്ല. അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നം പുള്ളിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആദ്യത്തെ വിവാഹത്തിലുള്ള ഒരു മകനെയാണ് എങ്കിൽ ഈ പിതാവ്, ഈ സ്റ്റെപ്പ് ഡാഡ് ശിക്ഷിക്കത്തില്ല. അത്രയ്ക്കുള്ള സ്നേഹമൊന്നുമില്ല, അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു അപ്പൻ ഒരു മകനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. ആ സ്നേഹത്തിന്റെ കാര്യം, നീ എൻ്റെ മകനാണ്, നീ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുടെ തല്ല് കൊള്ളാതിരിക്കണമെങ്കിൽ ഞാനൊന്ന് ശിക്ഷിക്കേണ്ടി വരും. എനിക്ക് നിന്നെ നല്ലൊരു പൗരനായിട്ട് കാണണം, എനിക്ക് നിന്നെ ഒരു നല്ല ദൈവപൈതലായിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പൊ ഇതിന് നേരത്തെ പറഞ്ഞ ഈ ശിക്ഷണത്തിന് വേറൊരു അർത്ഥം, വേറൊരു തലം കൂടെ ഉണ്ട്. ഈ ചില അപ്പന്മാർ ബോധിച്ചതുപോലെ അങ്ങ് അടിക്കുമ്പോൾ ചില അപ്പന്മാർ അടിക്കത്തേയില്ല. അങ്ങനെയുള്ള പിള്ളേര് ഈ ടാൻഡ്രം എന്ന് പറയും, ടാൻഡ്രത്തിൽ വളരുന്ന പിള്ളേരായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ശരിക്കും അവര് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തല്ലാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ വചനം പറയുന്നു വടി കൊണ്ട് ശിക്ഷിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് തലങ്ങളുമുണ്ട്. ഒന്ന്, ശിക്ഷിക്കാത്ത അപ്പന്മാരും ഉണ്ട്, ഓവറായിട്ട് ശിക്ഷിക്കുന്ന അപ്പന്മാരും ഉണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ബാലൻസും ഉണ്ട്. സ്തോത്രം. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, ഇങ്ങനെയുള്ള മാതാപിതാക്കൾ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരെ വണങ്ങിപ്പോന്നു. ഇപ്പോ കർത്താവ് നമ്മളെ ശിക്ഷിക്കുമ്പോ അത് കഴിയുന്നില്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ പിതാക്കന്മാർ ഭൂമിയിലെ ശിക്ഷിച്ചപ്പോ നമ്മൾ വണങ്ങിയെങ്കിൽ, നമ്മുടെ ആത്മാക്കളുടെ പിതാവായ, നമ്മളുടെ ആത്മാവിന്റെയും നമ്മളുടെയും ഒക്കെ പിതാവായ ദൈവം ശിക്ഷിക്കുമ്പോ, ശിക്ഷണം നടത്തുമ്പോൾ നമ്മളത് അംഗീകരിച്ച് അതിനെ സമർപ്പിച്ചു കൊടുക്കണ്ടേ എന്നാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് ശിക്ഷിക്കുന്നത്? അതിനകത്ത് വചനത്തിനകത്ത് പറയുന്നത് 10ാമത്തെ വാക്യം 2ാം ഭാഗത്തിൽ പറയുന്നു, ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോ ബാലശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിശുദ്ധി, അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ആണ്. ഞാൻ ഒരു ദിവസം സഭയിൽ പ്രസംഗിച്ചപ്പോ ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കാൻ എന്ത് ചെയ്യും? വെടിപ്പാക്കും. അത് ശിക്ഷയുടെ ഭാഗം കൂടെയാണ്. നമുക്കൊരു ശിക്ഷയായിട്ടൊക്കെ തോന്നും, പക്ഷെ എന്തിനാണെന്നറിയാമോ? അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഇപ്പൊ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ദൈവവൈതൽ എന്തോ ഉണ്ട്, കുറച്ചുകൂടെ പ്രതികൂലങ്ങളുണ്ട്, കുറച്ചുകൂടെ ശിക്ഷകളുണ്ട്. ഈ വിശുദ്ധിയില്ലാതെ നാളുകളായിട്ട് കത്രമേശ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കുഴപ്പവും ഇല്ല.
എന്നാൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട്, ആണ്ടിൽ ഒരിക്കലായിരിക്കും ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ഒന്ന് കത്രിമേശ ഏറ്റു പറയാതൊക്കെ, വിശുദ്ധീകരണം കൂടാതെ തന്നെത്താൻ വിവേചിക്കാതൊക്കെ എടുത്താൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അതിന്റെ കാര്യം, ദൈവത്തിന് അവരിൽ താല്പര്യമുണ്ട്. മറ്റവൻ നാളുകളായിട്ട് ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, നാട്ടിലെ സഭകളിലൊക്കെ ഉണ്ട്. അത്യാവശ്യം മദ്യപിക്കും, തല്ലുണ്ടാക്കും, സഭയ്ക്കകത്തൊരു വിഷയം വന്നാൽ കസേര എടുത്ത് പൊക്കും, വേണ്ടി വന്നാൽ ഇച്ചിരി കൂടോത്രമൊക്കെ ചെയ്യാനുള്ള ഒരു ബലമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സഭയിൽ വന്നങ്ങോട്ട് കൈയൊക്കെ പൊക്കി ആരാധിക്കുന്നത് കണ്ടാൽ ഇദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ യേശുക്രിസ്തു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. നാളുകളായിട്ട് ഇവരെല്ലാം കത്രിമേശ എടുത്താലും കർത്താവ് എന്ത് ചെയ്യുന്നില്ല? അടിക്കുന്നില്ല. നമ്മളും വിചാരിക്കും, എടാ ഇത്രയും കുരുത്തക്കേട് കാണിച്ചിട്ട് സഭയ്ക്കകത്ത് വന്ന് തിരുമേശ എടുത്തിട്ട് ഇവനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മളും ചിന്തിക്കും. കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് ശിക്ഷ അവസാനിപ്പിച്ചു. കാര്യം, ഇവനുമായിട്ട് കർത്താവിന് യാതൊരു ബന്ധവുമില്ല, കൗലേടയനാണ്. അതിന്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ചോട്ട്. കൗലേടൻ എന്നുള്ളതിന്റെ അർത്ഥം 11-ാമത്തെ അല്ല, എത്രാമത്തെ വാക്യമായിരുന്നു കൃത്യമായിട്ട്? അത് 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യം. ഈ കൗലയുടെയന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ലെജിറ്റിമേറ്റ് അല്ലാത്ത കൗലയുടെയന്മാരെന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് അല്ലാത്ത മക്കൾ, ശരിയായ ബന്ധത്തിൽ ജനിക്കാത്ത കുഞ്ഞുങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടും ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളെ കൺസിഡർ ചെയ്യുന്നത് കൗലേടയനായിട്ടാണ്. അവിഹിത ബന്ധത്തിൽ ഉണ്ടായ സന്തതി. അതിൽ കൂടുതൽ ഇനി എന്നാ പറയാനാ? ഞാൻ ഇനി വേറൊന്നും പറയുന്നില്ല. അപ്പോ കർത്താവ് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണം, ദൈവം കർത്താവ് നമ്മളെ മക്കളായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് നാം കണ്ട്, ആ ശിക്ഷയിൽ പിറുപിറുക്കാനല്ല, ശിക്ഷയിൽ കർത്താവിന് നന്ദി പറയണം. കർത്താവെ, അങ്ങയുടെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് അങ്ങ് എനിക്ക് തരുന്ന ഈ ചെറിയ ശിക്ഷകൾക്കായിട്ട് സ്തോത്രം എന്ന് പറയണം. ഇനി ശിക്ഷണത്തോട് നമുക്കുണ്ടാകേണ്ടുന്ന 5 മനോഭാവങ്ങൾ. 1, ചില ആളുകൾ അങ്ങ് വിധിക്ക് കീഴടങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും. റിസൈൻഡ് അക്സെപ്റ്റൻസ്. മാറ്റാൻ കഴിയാത്തൊരു പ്രതിസന്ധിയെ തോൽവി സമ്മതിച്ച് സ്വീകരിക്കുന്ന അവസ്ഥയെ ഇത് കുറിക്കുകയാണ്. ഇതെന്റെ വിധിയാണ്, ഇങ്ങനാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ അങ്ങ് നടക്കട്ടെ, ലോകത്തിലെല്ലാം ദൈവഹിതപ്രകാരം നടക്കത്തുള്ളൂ, അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥ. 2, കഠിനമായ സഹനശക്തി, ഗ്രിം എൻഡ്യൂറൻസ്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ടുള്ള ഒരു സഹനശക്തി, താൽക്കാലികമായിട്ട്. 3, ദൈവം ശിക്ഷിക്കുമ്പോൾ ചില ആളുകൾക്ക് സെൽഫ് പിറ്റി തോന്നും, സ്വയം സഹതാപം തോന്നും. എന്നാലും എനിക്കിത് വന്നല്ലോ, എന്നാലും. ഇന്ന് ഞങ്ങൾക്ക് ബ്ലെസ്സിങ് ഓഫ് ദ ഹാൻഡ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആശുപത്രിയിൽ. ഇത് നേഴ്സസ് വീക്കാണ്. നേഴ്സുമാർക്ക് ഇതിനകത്തുള്ളവർക്ക് അറിയാം. മെയ് മാസം ആദ്യത്തെ ഒരാഴ്ച, ഏകദേശം ഒരു 8 ദിവസത്തോളം നേഴ്സസ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇന്ന് ഞങ്ങൾ ബ്ലെസ്സിങ് ഓഫ് ദ ഹാൻഡ്സ് ചെയ്തപ്പോൾ ഒരെണ്ണത്തിനകത്ത് ബോട്ടിലിനകത്ത് ലാവൻഡർ ഓയിൽ ഒഴിച്ചിട്ടാണ് ബ്ലെസ്സിങ് ഓഫ് ദ ഹാൻഡ്സ് ചെയ്യുന്നത്. ഒരു ബോട്ടിലിനകത്ത് റോളർ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഈ ലാവൻഡറിന്റെ എസെൻഷ്യൽ ഓയിൽ ഇങ്ങനെ ഒഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിലേക്ക് ആ സിസ്റ്ററിന്റെ കയ്യിലോട്ട് ഇതെല്ലാം വീണു. അവർ പറഞ്ഞു, ഇത് എനിക്കുള്ളതാ, ഇതെന്റെ ലൈഫിൽ അല്ലെങ്കിലും ഇതെനിക്ക് വരുമ്പോൾ എല്ലാം ഇങ്ങനെ വരത്തുള്ളൂ
എന്നവർ പറഞ്ഞു. എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, സ്വയം സഹതാപത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. 4 റിസെന്റ്മെന്റ്. ഒരു മനുഷ്യൻ ശിക്ഷണം സ്വീകരിക്കുമെങ്കിലും നീരസത്തോടെ സ്വീകരിക്കും. ദൈവം അങ്ങ് ന്യായം വിധിക്കാനിരിക്കുകയാണ്, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്താണ് ചെയ്തത്, ഇത് എന്ത് ചെയ്തിട്ടാണ് ഞാനിത് അനുഭവിക്കുന്നത്, എന്ത് പാപമാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ള ആളുകൾ. എന്നാൽ അവസാനത്തെ ഒരു ചിന്താഗതി, മനോഭാവമുള്ള ആളുകളുണ്ട്. ഗ്രേറ്റ്ഫുൾ അക്സെപ്റ്റൻസ്, നന്ദിപൂർവമായ സ്വീകരണം. ഒരു സ്നേഹവാനായ പിതാവിൽ നിന്ന് വരുന്നത് പോലെ. സ്നേഹവാനായ പിതാവ് ഇതിന്റെ പുറകിൽ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. കർത്താവ് എൻ്റെ ഗുണീകരണത്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല വിളിക്കുന്നു. അതിന്റെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ഈ കടന്നു പോകുന്നത് കർത്താവിന് ഉദ്ദേശമുണ്ട്. കർത്താവ് അങ്ങയുടെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുസരണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ക്രൈസ്തവരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദം നിരത്തുവീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ജാഗ്രതയായിരിപ്പീൻ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാനും വല്ല കയ്പുമുള്ള വേരും മുളച്ച് പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 3 കാര്യങ്ങളാണ് ഇവിടെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഒന്ന്, എന്തൊക്കെയാണ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ. 2, എന്തൊക്കെയാണ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ. 3, എന്തൊക്കെയാണ് അപകടങ്ങൾ ഉള്ളത്. അപ്പോ നമ്മുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന്, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. കുഴഞ്ഞ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തണം എന്ന് പറഞ്ഞാൽ ബലഹീനരായ ക്രൈസ്തവർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. വഴിതെറ്റിപ്പോകാൻ, ഈ ക്രൈസ്തവ മാർഗം ഉപേക്ഷിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന പദം തളർന്ന കൈ എന്നുള്ള പദത്തിന്, ആ പദം തന്നെയാണ് ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ വെച്ച് പിന്മാറി തിരിച്ച് ഈജിപ്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞെടുത്ത തീരുമാനമുണ്ട്. ഇവിടെ കടന്ന് മരിക്കുന്നതിൽ നല്ലത് ഈജിപ്തിലായിരുന്നു, ആ കലങ്ങളുടെ ഇടയിൽ, അല്ലേ? അങ്ങനെ പറയുന്നു. അതേ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. തളർന്ന കൈകളെ എന്തോ ചെയ്യണം? മുഴങ്കാലുകളെ നിവർത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടേതായ തളർന്ന കൈകൾ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ കൂട്ടത്തിൽ മനസ്സ് തളർന്ന, നമ്മളുടേതും നമ്മുടെ കൂട്ടത്തിലും മനസ്സ് തളർന്ന, ഇത് മതിയാക്കാം, ഇത് നിർത്താം, വിശ്വാസത്തിൽ വന്നിട്ട് എല്ലാം അങ്ങ് നഷ്ടവും പ്രയാസവുമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് തെറ്റിപ്പോകാൻ, അല്ലെ? നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ പല ഗ്രേഡിലുള്ള വിശ്വാസികളുണ്ട്, ബലഹീനരുണ്ട്. വചനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, പക്വതയുള്ളവരുണ്ട്, ശിശുക്കളുണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ സഭകളുടെ ഉത്തരവാദിത്തമാണ്. അടുത്തത്, നിരാശയിലിരിക്കുന്ന മനുഷ്യർക്ക്, ശക്തി ക്ഷയിച്ചു പോകുന്ന മനുഷ്യർക്ക് അവരെ ഉത്സാഹിപ്പിക്കാൻ
കാലിന് പാത നിരത്തി കൊടുക്കാൻ. കണ്ടോ, കാലിന് മുടന്തുള്ളതുണ്ട്. എവിടെ ഉണ്ട്? സഭയിലുണ്ട്. മുടന്തുള്ളത്, ശരിക്കും നടക്കാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ ബലഹീനരായവരുണ്ട്. കാലിന് ബലമില്ലാത്ത, നിരാശയിൽ ജീവിക്കുന്ന, ബലം ക്ഷയിക്കുന്ന ക്രൈസ്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അവരെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. അവർക്ക് പാത നിരത്തി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവർ ക്ഷീണിച്ച് തളർന്നു പോയി, മുടന്തിപ്പോയി, ഉളുക്കി പോകാൻ അനുവദിക്കാതെ അങ്ങനെ പോകുന്നു, മുടന്തുന്നു. അവരുടെ വഴിയിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോയി സംസാരിക്കാൻ, അവരെ ഒന്ന് ബലപ്പെടുത്താൻ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നോട്ടീസ് ചെയ്തു, ഞാൻ എങ്ങനെയാ പറയുന്നേ? സഭയിലെ ദൈവദാസനോടൊന്ന് പറഞ്ഞ്, ദൈവദാസനെ ഞാൻ ഈ വിശ്വാസിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവരോടൊന്ന് സംസാരിക്കണം എന്ന് നേരിട്ട് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ആൾക്കാരുടെ ചിലരുടെ പ്രശ്നം, നമ്മൾ ചില ആൾക്കാർ നേരിട്ട് പോയി സംസാരിക്കാൻ നിന്നാൽ ഇല്ലാത്ത അടി ഉണ്ടാവും. അങ്ങനെ ഒരു കൃപയുണ്ട്. അതുകൊണ്ട് കൃപയില്ലാത്തവർ സംസാരിക്കേണ്ട. നിങ്ങളെ ദൈവാത്മാവ് അങ്ങനെ ഒബ്സർവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവദാസന്മാരോട് പറയണം, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് സംസാരിക്കണേ. ചിലപ്പോൾ തോന്നിയതായിരിക്കും, പക്ഷെ ഒന്ന് സംസാരിക്കണേ എന്ന് പറയണം. അത് ആണ് ഇവിടെ നമ്മുടെ ദൗത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം, അവൻ സമാധാനത്തിന് വേണ്ടി നിൽക്കണം. പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്നുള്ളതല്ല ആ എബ്രായ ചിന്തയിൽ സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നത്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. എന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഈ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോടുള്ള അനുസരണത്തിലാണ് സമാധാനമുള്ളത്. ദൈവത്തോടുള്ള അനുസരണം ഒന്ന്. രണ്ട്, നല്ല ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ, വെറുപ്പുകളില്ലാത്ത നല്ല ബന്ധങ്ങൾ. അപ്പോ സമാധാനത്തിൽ ജീവിക്കാൻ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ബന്ധം. രണ്ട്, സഹോദരന്മാരും തമ്മിലുള്ള നല്ല ബന്ധം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനമാണ്, വിശുദ്ധിയാണ്. ഹഗിയാസ്മോസ്, വേർതിരിക്കപ്പെടുക. അതാണ് ഹാഗിയോസ് എന്നുള്ള പദം കൊണ്ടുവരുന്നത്. ഹാഗിയോസ്, സെപ്പറേറ്റഡ് ആകുക, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക. ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ദൈവത്തിനായിട്ട് ജീവിക്കുക. ഇനി എന്തൊക്കെയാണ് അപകടങ്ങളെന്നും ഇവിടെ നമുക്ക് വായിപ്പാനായിട്ടിടയായി. നമ്മൾ ഓർത്തിരിക്കേണ്ട അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കാണാനിടയാവുന്നു. ഒന്നാമത്തത്, ദൈവകൃപ നഷ്ടമാക്കി കളയുന്ന ഒരു അപകടം. ഈ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്, ആരെങ്കിലും വീണോ, ആരെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന്. ഒരു നല്ല ദീർഘയാത്ര കഴിയുമ്പോൾ നോക്കാറുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ കൂട്ടത്തിലും ആരും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാനായിട്ട് പാടില്ല. ഒരു പക്ഷേ ആത്മീക ഉഴപ്പിനകത്ത് അശ്രദ്ധയോടെ, അവബോധമില്ലാതെ മുൻപോട്ട് പോകുന്ന ആളുകൾ പലപ്പോഴും അങ്ങനെ വീണു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് കയ്പുള്ള വേര് മുളയ്ക്കുന്നു. അത് വരുന്നത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്.
ആവർത്തന പുസ്തകം 29-ാം അധ്യായം 18-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 20 അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. കണ്ടോ? 29-ന്റെ 18 18 വായിച്ച്. ഓക്കെ. കയ്പുവശം 29-ന്റെ 18 അതാ വായിച്ചേ. ഓക്കെ. അതിനകത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അപ്രകാരം കയ്പുവശം പുറപ്പെടുവിക്കുന്ന ഒരു വേര് പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന്. 17 ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടു പിന്മാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. താങ്ക് യു. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയിൽ നിന്ന് ഹൃദയം വ്യതിചലിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ഒരു കുലമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്രകാരം കയ്പുവശം പുറപ്പെടുവിക്കുന്ന ഒരു വേര് പോലും. അപ്പോ നമ്മൾ ഈ പിന്നെയും പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം എഴുതുന്നത് ആരോടാണ്? വിശ്വാസത്തിൽ വന്ന യഹൂദന്മാർ. അവർ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് എഴുതുകയാണ്, കയ്പുള്ള വേര് ഉണ്ടാകരുത്. അങ്ങനെയുള്ളതിനെ നീക്കിക്കളയണം. നമുക്കറിയാം, വിശ്വാസത്തിനകത്ത് നിൽക്കുന്ന ആളുകളെ പോലും സംശയിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ബലഹീനരായ പുതിയ വിശ്വാസികളെ കൂടെ പിന്മാറ്റി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഇതിങ്ങനാണോ അങ്ങനാണോ എന്നൊക്കെ ചോദിച്ച്, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ച് ഉള്ള വിശ്വാസം കൂടെ കളയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സകല കയ്പ് വേരുകളും എന്ത് ചെയ്യണം? നീക്കിക്കളയണം. സഭയ്ക്കകത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അധാർമികത ഉണ്ടാകരുത്. അധാർമികത ഉണ്ടാകാനായിട്ട് പാടില്ല. അവിടെ ആ വാക്യം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ദുർനടപ്പ്. താങ്ക് യു. ദുർനടപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഏശാവിന്റെ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ദുർനടപ്പിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വീണു പോകാൻ സാധ്യതയുണ്ട്. ഏശാവ് എന്ത് ചെയ്തു? തന്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊണിന് വേണ്ടി വിറ്റുകളഞ്ഞു. മാനസാന്തരത്തിന് പിന്നീട് തന്നിൽ ഇട കണ്ടില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോ ഒന്നാമത് ഏശാവ് 2 കഥകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ പറയുന്നതും ഉൽപ്പത്തി 27-ാം അധ്യായത്തിൽ കാണുന്നത്. ഒന്ന്, ഏശാവ് വയലിൽ നിന്ന് വിശന്ന് കടന്നു വന്ന് യാക്കോബിന് പായസത്തും മേടിച്ചിട്ട് തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്നു. രണ്ടാമത്തത്, യാക്കോബ് ഏശാവിന്റെ ജന്മാവകാശം ഏശാവിനെ ഇംപേഴ്സണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏശാവാണെന്ന് കബളിപ്പിച്ച് ഇസഹാക്കിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങനെ യാക്കോബ് അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി പോയതിനു ശേഷം ഏശാവ് അനുഗ്രഹം തേടി ഇസഹാക്കിന്റെ അടുത്ത് വന്നു. എന്നാൽ കരഞ്ഞുകൊണ്ട്, അല്ലെ, നമ്മുടെ കഥ അറിയാം,
അപ്പോ Yes. ഒരു അനുഗ്രഹം പോലും ശേഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു മനുഷ്യൻ ഒരു അധാർമികതയുള്ള ദുർമാർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ ശരീരമാണ് തനിക്ക് പ്രാധാന്യം. പായസം കുടിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം, സൂപ്പ് കുടിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് തൻ്റെ വിശപ്പിനേക്കാൾ വലുതായി ലഭിച്ച അനുഗ്രഹത്തെ താൻ കണ്ടില്ല. Yes. തൻ്റെ വിശപ്പിനേക്കാൾ വലുതായിട്ട് കിട്ടിയ ജന്മാവകാശത്തെ, ആ ജ്യേഷ്ഠൻ എന്ന അവകാശത്തെ താൻ കണക്കാക്കിയില്ല. പ്രിയമുള്ളവരെ, അത് നമുക്കൊരു പാഠമാണെന്ന് ലേഖകൻ പറയുകയാണ്. ഏശാവ് ലോകത്തിൽ വളരെ സംതൃപ്തനായിരുന്നു, ഈ ലോകത്തിൽ വളരെ സംതൃപ്തനായിരുന്നു. മാത്രമല്ല, ഏകദേശം അഞ്ചിലധികം പാപങ്ങൾ ഏശാവ് ചെയ്തു എന്ന് യഹൂദ ലെജൻസിനകത്ത് പറയുന്നുണ്ട്. അതിന് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇത്രയും നമുക്ക് മനസ്സിലാക്കാം, ദൈവം വെച്ചിരുന്ന ഒരു അനുഗ്രഹം, ഒരു ഭവനത്തിലെ മൂത്ത മകന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹത്തെ വിശപ്പിന് വേണ്ടി താൻ കൊടുത്തു. നമ്മളും ഈ ശരീരത്തിന് വേണ്ടി, താൻ വിശപ്പാണെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെയാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പുത്രത്വം എന്ന സൺഷിപ്പ് എന്ന ആ പദവിയാണോ, മക്കൾ എന്നുള്ള പദവിയാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സമയം മുൻപോട്ട് പോയല്ലോ. നമ്മുടെ ഏശാവ് ചെയ്തത് ദുർമാർഗിയായിട്ട് ശരീരത്തിന്റെ ആവശ്യങ്ങളെ എന്ത് ചെയ്തു? ചിലപ്പോൾ ഒന്ന് സൗഖ്യം വേണം, ചിലപ്പോൾ ഒരുപക്ഷെ ഒന്ന് ബന്ധക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് മാറി തിരിച്ച് പള്ളിയിലോട്ട് വന്നാൽ മക്കൾക്ക് നല്ല വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറയും, ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറയും, സ്കൂളിൽ പ്രത്യേക അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഭൗതിക ആവശ്യങ്ങളുടെ പുറകെ ഓടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെന്ന പദവി, മക്കളെന്ന അവകാശത്തെ പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞാൽ പിന്നെ കരഞ്ഞു നിലവിളിച്ചാലും ദൈവം കേൾക്കില്ല എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ ഏശാവ് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ, വിശ്വാസം ത്യജിച്ച് പോകാൻ നിൽക്കുന്ന അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വിശ്വാസം വിട്ടുപോയാൽ, നിങ്ങൾ ശരീരത്തെ പേടിച്ച് ആരെങ്കിലും കൊല്ലുമെന്ന് പേടിച്ചോ, നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞോ ഈ വിശ്വാസം തള്ളിക്കളഞ്ഞു പോയാൽ പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം, എന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് അതാത് സമയങ്ങളിൽ തരും. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു എന്ന് വചനം പറയുന്നു. കാക്കക്കുഞ്ഞിന്റെ ആഹാരം സിംഹത്തിന് കൊടുത്താൽ സിംഹത്തിന് ഒന്നും ആകത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. തിരിച്ചു കൊടുത്താൽ കാക്കക്കുഞ്ഞിന് അത് കഴിക്കാൻ പറ്റില്ല എന്നും ദൈവത്തിന് അറിയാം. അപ്പോൾ അതതിന്റെ ആഹാരം എന്താണോ അതാണ് ദൈവം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അതെല്ലാം സമയങ്ങളിൽ കർത്താവ് ചെയ്യും. പക്ഷെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഏശാവിനെ പോലെ ദുർമാർഗിയാകാതെ, നമ്മുടെ ശരീരത്തെ മുൻപിൽ വെക്കാതെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാൻ, ക്ഷീണിച്ചു മടുത്തു പോകാതെ
ആമേൻ, കർത്താവിനെ ധ്യാനിച്ച് വിരോധം സഹിച്ച കർത്താവിനെ ഓർക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ എന്താണ് നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ മടുപ്പിക്കുന്നത്? നമുക്ക് കർത്താവിന്റെ കഷ്ടതയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. എന്നിട്ട് രണ്ടും ഓരോ ത്രാസിൽ വെച്ചിട്ട് പറ, എൻ്റെ ത്രാസിനാണോ ഭാര കൂടുതൽ, കർത്താവിന്റെ ത്രാസിനാണോ ഭാര കൂടുതൽ എന്ന് ഒന്ന് താരതമ്യം ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് വേഗം വരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മെ കേൾപ്പി